വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് ഗോവയിൽ വെച്ച് WTC റാങ്കിംഗ് മുകളിലുള്ള വ്യക്തികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊരു 3 ഡേ പ്രോഗ്രാമായിരുന്നു. അവിടെ ഒരു മനോഹരമായിട്ടുള്ള റിസോർട്ടിൽ ഗോവയിൽ വെച്ചാണ് നടത്തിയത്. അത് ഒരു 75-നും മുകളിൽ വ്യക്തികൾ മാത്രമേ ഓൾ ഓവർ ഇന്ത്യയിൽ WTC റാങ്കിംഗ് മുകളിലുള്ള വ്യക്തികളുള്ളൂ. അത്രയും വ്യക്തികൾ മാത്രമേ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രോഗ്രാമിൽ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എല്ലാ വ്യക്തികളോടൊപ്പം പങ്കെടുത്തിരുന്നു. നമ്മുടെ റീജിയണൽ മാനേജർമാരെല്ലാവരും ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, കമ്പനിയുടെ മാനേജ്മെന്റ്, അവരുടെ ഫാമിലി എല്ലാ വ്യക്തികളോടൊപ്പം പങ്കെടുത്തിരുന്നു. ആ പ്രോഗ്രാം നമുക്ക് ഓരോ വ്യക്തികളുടെയും ആത്മവിശ്വാസത്തിന് അളവ് കൂട്ടുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതൊന്നും മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് വലിയ ദീർഘവീക്ഷണമുള്ള പ്ലാനാണ്. കാരണം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലീഡേഴ്സും നമ്മളെല്ലാ വ്യക്തികളും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ മിസ്റ്റർ ജിഷ്ണു ഈ ബിസിനസ് പ്ലാൻ ഇവിടെ അവതരിപ്പിച്ച സമയത്ത് അവസാനം ഒരു കാര്യം പറഞ്ഞു. ഇതൊരു നോമിനേഷൻ പ്രസക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ കാവലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തരുന്നത്. ഇന്ന് ലോകത്തിൽ വളർന്നിരിക്കുന്ന ജൈവിക ഡയാക്സിലി കമ്പനികളെല്ലാം തരുന്ന ഓപ്പർച്യൂണിറ്റി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. ഇന്ന് പല വ്യക്തികൾക്കും ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് പ്രായോഗികമാണോ? 100% പ്രായോഗികമാണ്. കാരണം നമ്മുടെ കമ്പനി ലോകമുള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകമുള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 100% തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് 100% എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, എന്നെ ഈ ബിസിനസ് സ്പോൺസർ ചെയ്ത വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം PV അശോകൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത്. ഈ ഹാളിലിരിക്കുന്ന വ്യക്തികൾ PV അശോകൻ സാറിനെ കണ്ട വ്യക്തികൾ എത്ര പേരുണ്ട്? ആകെ ഒരു 10 വ്യക്തിയിൽ താഴെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം 4 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് ഗീത മേഡത്തിനെ കണ്ട വ്യക്തികൾ എത്ര പേരുണ്ട്? ഗീത മേഡത്തിനെ കണ്ടവര്, അദ്ദേഹത്തിന്റെ ബിസിനസിനെ സംബന്ധിച്ച് കണ്ട വ്യക്തികളുണ്ട്. അത് അതേ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പും അദ്ദേഹത്തിന് മാറ്റി കൊടുത്തു. 4 വർഷങ്ങൾക്ക് മുമ്പ് അശോകൻ സാർ മേടിച്ചിരുന്നതിനേക്കാൾ ഏകദേശം ഒരു 30 മുതൽ 35-40% വരുമാനം വർദ്ധിക്കുകയാണ് ഗീത മേഡത്തിന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കമ്പനി, അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, എന്നെ ഈ ബിസിനസ് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസിനെ സംബന്ധിച്ച് ഈ ഗീത മേഡമാണ് ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആ IDയിൽ വരുന്ന വരുമാനം അന്ന് കിട്ടിയതിനേക്കാൾ ഒരു 40% ഇൻകം കൂടുതൽ കിട്ടിയിരിക്കുക. അതുകൊണ്ട് 100% നമുക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. ഈ കാര്യം പറയുന്ന സമയത്ത് ചില വ്യക്തികളൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അതിന് നമ്മുടെ കമ്പനി പ്രാപ്തമാണോ? അതിന് നമ്മുടെ കമ്പനി സജ്ജമാണോ? അതിന് 100% കോൺഫിഡൻസ് തരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഗോവയിൽ നടന്ന 3 ഡേ പ്രോഗ്രാം. അത് മറ്റൊന്നുമല്ല, കമ്പനിയുടെ മാനേജ്മെന്റും കമ്പനിയുടെ ഫാമിലി മെമ്പേഴ്സും നെക്സ്റ്റ് ജനറേഷൻ ഡയറക്ടേഴ്സ് ഒക്കെ അവിടെ പങ്കെടുത്തിരുന്നു. അതിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ കമ്പനിയുടെ ദീർഘവീക്ഷണമാണ്. ലോകത്തിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികൾ, ഇന്ത്യയിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ കമ്പനിയുടെ പ്ലാനിങ്. 2030 വരെയുള്ള ഒരു പ്ലാനിങ് പദ്ധതിയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കമ്പനി ഒന്നാമത് ലക്ഷ്യം വെക്കുന്നത് നിലവിലുള്ള പ്രോഡക്റ്റുകൾ ഇരട്ടിയാക്കുക. ഇപ്പോൾ നിലവിൽ നമുക്ക് 100-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ട്. അത് 200-ൽ കൂടുതൽ പ്രോഡക്റ്റുകളാക്കി വർദ്ധിപ്പിക്കുക. അതാണ് കമ്പനിയുടെ ഒന്നാമത്തെ പ്ലാൻ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുക. അതോടൊപ്പം തന്നെ വെൽനസ് പ്രോഡക്റ്റുകൾ, ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളുടെ എണ്ണവും കൂട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യം പറയുന്ന സമയത്ത് ചില വ്യക്തികൾക്കുണ്ടായിരിക്കും, ഇത് പ്രായോഗികമാണോ? 100% ഞാൻ വിശ്വസിക്കുന്നു പ്രായോഗികമാണെന്ന്. അതിന്റെ കാരണം, ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ കമ്പനിക്ക് 10 ഉൽപ്പന്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 2013 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. കാരണം അന്ന് കേരളത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലും
അതുപോലെ തമിഴ്നാട്ടിലും മറ്റുള്ള സ്റ്റേറ്റുകളിലായിരുന്നു ബിസിനസ് ചെയ്തത്. 2016 ഈ ബിസിനസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള സിജി സാറും അനിൽ മാഷും രാജേഷ് മാഷും മിസ്റ്റർ ഷിജു പി എം ഒക്കെ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ കാലഘട്ടം അന്ന് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 10 ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം പല വ്യക്തികളും പറയാനുള്ള ഒരു കാര്യം, ഈ സക്സസ് ആയ വ്യക്തികളെ കാണുന്ന സമയത്ത് പലരും പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ ഭാഗ്യം എന്ന് പറയാറുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാനാണോ നിങ്ങളാണോ ഭാഗ്യവാന്മാരെന്ന് പറയും. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അന്നുണ്ടായിരുന്നില്ല. അത് 2015 അവസാനമാണ് വന്നത്. അന്നുണ്ടായിരുന്ന 10 പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് നീം സോപ്പ്, അഥവാ 5-6 സോപ്പ് ഉണ്ടായിരുന്നു. അടുത്ത പ്രോഡക്റ്റ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്, ഓണനോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. പിന്നെ നമുക്കൊരു പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ടായിരുന്നത് 95 ഹെൽത്ത് ഡ്രിങ്ക്. അങ്ങനെ 10 പ്രോഡക്റ്റ് ആണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ കമ്പനീനെ സംബന്ധിച്ച് ഈ 10 വർഷം പൂർത്തീകരിച്ച സമയത്ത് 100-ൽ കൂടുതൽ പ്രോഡക്റ്റുകളായി മാറിയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ പറയുന്ന 2030 ആവുന്ന സമയത്ത് അത് 200-ൽ കൂടുതൽ പ്രോഡക്റ്റുകളായിട്ട് മാറും. 100% അതിനുള്ള പ്ലാനിങ് പദ്ധതി തയ്യാറാക്കിയിരിക്കുക. രണ്ടാമത്തെ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്ലാനിങ്ങിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റോറുകൾ, PUCകളുടെ എണ്ണം കൂട്ടുക. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇന്ത്യയിൽ എവിടെയായാലും അദ്ദേഹം അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് PUCയിലോ പിക്കപ്പ് സെന്ററിലോ സ്റ്റോറിലോ ചെന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് പല ജില്ലകളിലും അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പന്നം കിട്ടാനുള്ള സൗകര്യമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാലായിലുള്ള ഒരു വ്യക്തിക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റോ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മണർക്കാട് എത്താം, അല്ലെങ്കിൽ പൊന്മുന്നുള്ള വ്യക്തികൾക്ക് എത്താം. കേരളത്തിനെ സംബന്ധിച്ച് പല ജില്ലകളിലും ഓൾറെഡി അതുണ്ട് നിലവിൽ. കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു 30 മിനിറ്റ് യാത്ര ചെയ്തുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമായുള്ള സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ സർവീസുകൾ മെച്ചപ്പെടുത്തുക. അത്രയും കൃത്യമായുള്ള ഒരു പ്ലാനിങ് പദ്ധതിയിലുമാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹാളിലിരിക്കുന്ന വ്യക്തികൾ ആരും തന്നെ ജീവിക്കാൻ വേണ്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ല. കാരണം ഈ ഹാളിലിരിക്കുന്ന 40 വയസ്സും 45 വയസ്സും അല്ലെങ്കിൽ 35 വയസ്സും 60-50 വയസ്സൊക്കെ ആയ വ്യക്തികൾ ഓൾറെഡി ഈ കാലഘട്ടം വരെ ജീവിക്കുകയായിരുന്നു. അവർക്ക് വരുമാനം ഉണ്ടായിരുന്നു വിവിധ മേഖലയിൽ. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കംപ്ലീറ്റ് ചെയ്യാനാണ്. കാരണം സിജി ജോസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അനിൽ മാഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാറുണ്ടായിരുന്നു. അവർ ഓൾറെഡി അന്ന് കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, വെർണ എന്ന് പറഞ്ഞ കാറായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് അവരുടെ ഡ്രീം കാറായ എന്ത് സാധിച്ചു? അവരെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ BMW X5 വാങ്ങാനായിട്ട് സാധിച്ചു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു. അവർ വീട്ടിലെ താമസിച്ചിരുന്നത്. കാരണം ആ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ അവരുടെ ഡ്രീം ഹൗസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ പണിയെങ്കിൽ എന്ത് വേണം? ആ പണിത ആളുകൾ തന്നെ പഠിപ്പിക്കേണ്ടി വരും. ശരിയല്ലേ? വേറെ മാർഗമില്ല. ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം ഇതെല്ലാ വ്യക്തികൾക്കും പ്രായോഗികമാണ്. അന്നത്തേക്കാൾ ഏറ്റവും സുഗമമായ പാതയിൽ കൂടിയാണ് ഈ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് നിലവിലുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇപ്പൊ ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, ഈ ഭാഗ്യത്തിന്റെ കേസ് പറയാറുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, 2016 ജനുവരിയിൽ ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു വ്യക്തിയെ കാണാനായിട്ട് പോയി. കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഈ ഏപ്രിൽ കേരളത്തിൽ സ്റ്റോർ വരും, അതിന്റെ ഓഫീസ് സംവിധാനങ്ങൾക്കൊക്കെ ചെയ്യേണ്ടി അവർ അതിന് സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ വ്യക്തി രാജേഷ് ജെ കുളങ്ങാട് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കാണാൻ പോയത്. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ അദ്ദേഹത്തിനെ കണ്ടു കാണും. അദ്ദേഹം ഈ കമ്പനിയിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിനെ കാണാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് ഒരു സ്കൂൾ ടീച്ചറാണ്. ഒരു 6 മണിക്കാണ് പോകുന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും സോപ്പ്, പേസ്റ്റ് ഇതൊക്കെയാണ് കൂടുതൽ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞത്. അപ്പൊ ആ ടീച്ചർ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് പേസ്റ്റ് മേടിക്കണമെങ്കിൽ എവിടെ കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞു, കോയമ്പത്തൂർ വേണ്ടി വരും. അപ്പൊ അവര് ചോദിച്ചു, സോപ്പ് മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ കോയമ്പത്തൂർക്ക് പോകണം. ഇതെങ്ങനെ പ്രായോഗികവും ഈ ബിസിനസ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് പറയുന്ന സമയത്ത് പലരും ചോദിക്കണ, കുറവലിങ്ങാടില്ലല്ലോ സ്റ്റോർ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ശരിയല്ലേ?
ചില ആൾക്കാർ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഉഴവൂരില്ലോ എന്ന് ചോദിക്കും. ഇവിടെ ഞാൻ ഈ ബിസിനസ് സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ചോദിച്ച കാര്യം പ്രോഡക്റ്റ് സോപ്പ് മേടിക്കാൻ വേണ്ടി എവിടെ പോകണം? കോയമ്പത്തൂർക്ക് പോകണം. ഇതെങ്ങനെ നടക്കുമെന്നാണ് ചോദിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്തത്. ഇന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് ബിസിനസ്സിൽ വളരാൻ ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി LB ബിസിനസ് ഗ്രൂപ്പിന്റെ ഈ ലീഡേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഏറ്റവും സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ബിസിനസ് അവസരത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു 10,000 15,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചായിരിക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 15,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് ഇത്രയും വലിയൊരു അവസരമാണെന്നുള്ള ആ ബിസിനസ് അവസരത്തിന്റെ വലിപ്പം ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യക്തികളുണ്ടായിരിക്കും. കൂടാതെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വലിപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ. അതിലേറ്റവും നല്ല ഒരു രാജ്യമാണ് ഇന്ത്യ. അതിലേറ്റവും നല്ല കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. ഇന്ന് നമുക്ക് അത്രയും നല്ല മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ സമ്പാദിക്കുന്ന പണത്തിന്റെ 75% എന്തിനു വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് അറിയും? അതായത് പല പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നത്. അതാണ് ഏത് പ്രോഡക്റ്റും കേരളത്തിലാണ് ആദ്യമായിട്ട് ഓരോ കമ്പനികൾ പരീക്ഷിക്കുന്നത്. ഇവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ സക്സസ്. അതാണ് ഏറ്റവും നല്ല കൺസ്യൂമർ സ്റ്റേറ്റിലാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് വലിയ സാധ്യതയാണ്. കാരണം ഡയറക്ട് സെല്ലിങ്ങിന്റെ യഥാർത്ഥ വളർച്ചയിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നതോ ലൈഫ് സ്റ്റൈൽ കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നതല്ല. ഇന്ത്യയിലെ വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് അവർ പറയുന്ന ഒരു കാര്യം, വരാൻ പോകുന്ന ഒരു 25 വർഷം ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടമായിരിക്കും, ഗോൾഡൻ എറ, കുതിച്ചുചാട്ടത്തിന്റെ കാലഘട്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോ വ്യക്തികളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടം ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോ വ്യക്തികളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും നല്ല ഒരു അവസരമാണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ സുവർണ്ണ കാലഘട്ടം. ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ജനത, വലിയ സമൂഹം ഇന്ത്യയിൽ പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഒരു വലിയൊരു തിരിച്ചറിവും ബോധ്യം വന്നു. ഇവിടെ മുൻപ് സൂചിപ്പിച്ച പോലെ മനുഷ്യന് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, അതായത് വെൽത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഹെൽത്ത് ഇല്ലെങ്കിൽ വെൽത്തിന് ഒരു കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം വന്ന സമയത്ത്, ആ തിരിച്ചറിവ് കിട്ടിയ സമയത്ത് അത്തരത്തിലുള്ള ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ഒരു വലിയ ജനത, വലിയൊരു സമൂഹം തയ്യാറാണ്. അത് മാർക്കറ്റ് സ്റ്റഡി കഴിഞ്ഞ 2-3 വർഷത്തെ മാർക്കറ്റ് സ്റ്റഡിയിൽ പറയുന്നു, വരാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രിയുടെ സുവർണ്ണ കാലഘട്ടമാണ്. അത്തരത്തിലുള്ളൊരു നല്ല സമയത്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് സഹകരിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനി വലിയ പ്ലാനും പദ്ധതിയിലാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്വപ്നങ്ങളും ഇത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് എൻ്റെ ഒരു മകൻ ചോദിച്ചു. അദ്ദേഹം ബിടെക്കിന് പഠിക്കുന്ന പയ്യനാണ്. അദ്ദേഹം കുറച്ച് ചോദിച്ച സമയത്ത്, ചെറിയ പ്രായത്തിൽ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആൾ ധരിക്കുന്ന കാര്യം, ആള് വളർന്നു വരുന്ന സമയത്ത് ഒരു ഇതാവുന്ന സമയത്ത് ഞാൻ വീണ്ടും പൊക്കം വയ്ക്കും. അപ്പൊ ആളുടെ ഒപ്പം എത്താൻ പറ്റില്ല. ആളൊരു ചെറിയ പ്രായത്തിൽ ചോദിച്ചിട്ട് കാര്യമുണ്ട്. കാരണം അതുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. ആള് ചോദിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ചോദിച്ച കാര്യം, ആള് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആള് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു 20 വയസ്സാവുന്ന സമയത്ത് അപ്പന്റെ ഒപ്പം എത്തുമോ? അപ്പൊ അപ്പൻ വീണ്ടും എന്ത് ചെയ്യാണ്? 20 വയസ്സാകുമ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോകും? ഒരിക്കലും ഇല്ല. അതുപോലെയാണ് ഈ ബിസിനസ്സിൽ. കാരണം ഞാൻ മേടിച്ച അതേ വരുമാനം തന്നെയാണ് സിജി ജോസ് സാറും അനിൽ മാഷും ഇവിടെ ഇരിക്കുന്ന രാജേഷ് മാഷും ഈ പറയുന്ന മിസ്റ്റർ ഷിജു പിയും ഇവിടെ ഇരിക്കുന്ന വളരെ ലീഡേഴ്സ് എല്ലാം ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ഇതിനെ പറ്റിയാണ്. അതിലൊരു മാറ്റമില്ല. അതായത് ഈ പറയുന്ന ബുധനാഴ്ച ദിവസം 3 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കുള്ളിൽ കമ്പനിയുടെ വരുമാനം വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഇൻകം സിജി സാറിന് കിട്ടിയ വരുമാനം, അൽമാഷിന് കിട്ടിയ വരുമാനമൊക്കെ എന്താണ്? തുല്യമാണ്. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. വേറെ ഏതെങ്കിലും മേഖലയിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഒരിക്കലും കിട്ടില്ല. ശരിയല്ലേ?
ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ തുല്യമായിട്ട് നമുക്ക് വളരാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇന്ന് മനോഹരമായിട്ടൊരു സെലിബ്രേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ സാമ്പത്തികത്തോടൊപ്പം തന്നെ രണ്ടാമത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? അംഗീകാരം. ശരിയല്ലേ? അത് ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ 40 വയസ്സിന്റെ ഇടയിൽ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അംഗീകാരം കിട്ടുകയാണ്. അത്തരത്തിലുള്ള സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒറ്റ കാര്യമേ ഉള്ളൂ: സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഉറച്ചു നിൽക്കുക. ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. അത് ഡയറക്ട് സെല്ലിംഗിലല്ല, ട്രഡീഷണൽ ബിസിനസ്സിലൊക്കെ തന്നെ എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, എല്ലാ വർഷവും ഒരുപോലെ ബിസിനസ് പോകണമെന്നില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് അതിനുള്ള മാറ്റങ്ങൾ എങ്ങനെ വരുത്തണമെന്ന് ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക, നന്നായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിന് തത്തുല്യമായുള്ള പ്രതിഫലം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.